അതെ, തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ശ്രീനേട്ടനുമായിട്ടുള്ള എൻ്റെ ഒരു പരിചയം ഉണ്ടാവുന്നത് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ആ സിനിമ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചലച്ചിത്ര സംവിധാനം എന്ന് പറയുന്ന ആ സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനും ഒക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായി എന്നുള്ളൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ ഇടക്കാലത്ത് ഒരു സിനിമയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്തും പിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. അത്രമാത്രം ഷാർപ്പായിട്ട് കാര്യങ്ങൾ കാണുകയും വളരെ ഷാർപ്പായിട്ട് തന്നെ പറയുകയും അത് എന്തു തന്നെയായാലും അതൊരു ഉള്ള സത്യം വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യമുള്ള ഒരു മനുഷ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് നാൾ അദ്ദേഹത്തോടൊപ്പം പലപ്പോഴായിട്ട് ഒന്നിച്ചിരിക്കാനും സഞ്ചരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ മലയാള ചലച്ചിത്രത്തിന് ഏറ്റവും വലിയ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ചെയ്ത സിനിമകളെല്ലാം ചിന്താവിഷ്ട ശ്യാമളയായാലും വടക്കുനോക്കി യന്ത്രമായാലും ഒക്കെ ചെയ്ത സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് കാരണം എന്തെങ്കിലും പറയാൻ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു ചലച്ചിത്രകാരന്റെ വിയോഗമാണ് അനുഭവിക്കുന്നത് എന്ന്